വസുമതി വേണ്ട, ഞാൻ പറഞ്ഞിട്ടാ കൂട്ടം പോണത്. അയ്യോ, ഇയാൾ ആ വീട്ടിലേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ശരി, ഞാൻ പോകുന്നില്ല. ഒരു കാര്യം ചെയ്, ഇതെല്ലാം കൊണ്ട് വസുമതി തന്നെ വെക്കും. ചെല്, മാറിയില്ല അങ്ങോട്ട്. തലയിൽ വെച്ചോ, എന്നിട്ട് കൊണ്ടുപോ. കൊണ്ടുപോ, കൊണ്ടുവയ്ക്കോ, കൊണ്ടുവയ്ക്കോ. തൊട്ടുപോരുത്, തൊട്ടുപോരുത്. എന്താ പോകുന്നില്ലേ? കൊണ്ടുവയ്ക്കോ. അല്ല കുട്ടാ, എടുക്കങ്ങോട്ട്. തൊടല്ല, കൈയുടെ കൈയുടെ. എന്റെ തലേന്ന് എടുക്കാൻ തിരിച്ച് സംസാരിച്ചോണ്ട് നിൽക്കാതെ എടുക്ക്. എന്താ വസുമതി, നീ ഇതും കൊണ്ട് പോകുന്നുണ്ടോ? എടോ എടുക്കാൻ. എടോ എന്റെ തല. വേണമെങ്കിൽ പൊക്കോ, എനിക്ക് ഒരു പരാതിയില്ല. ചെല്ലേ. എന്റെ അമ്മേ വേണ്ട, താൻ തന്നെ കൊണ്ടുപോയിക്കോ. കൊണ്ടുപോയിക്കോ, എടുക്ക്. എടുക്ക്. അങ്ങനെ വഴിക്ക് വാ. എടോ എന്റെ തല ഇപ്പൊ പൊട്ടിപ്പോയനെ. താൻ എന്ത് പണിയാ കാണിച്ചേ? തന്റെ ചക്ക വയ്ക്കാനുള്ള തലയാണോ ഇത്? ഇനി ഞങ്ങൾ തടഞ്ഞൊന്നും വേണ്ട. അത് തന്നെ, താൻ എന്തെങ്കിലും ചെയ്യാം. കൊണ്ടുപോയിക്കോ. തലക്ക് എന്തെങ്കിലും പറ്റിയോ? ചെയ്യാൻ പാടില്ലാത്തതാണ്. വേണ്ട വേണ്ടാന്ന് വിചാരിച്ചതാ. പക്ഷേ ഇവർക്കൊക്കെ ഈ വിദ്യയെ പറ്റും. എനിക്ക് മനസ്സിലായി കുട്ടാ. ഹലോ അമ്മേ. മോളെ, ഒരു കാര്യം പറയാനാ അമ്മ വിളിച്ചേ. എന്താ അമ്മേ? ആ കുട്ടമ്പിള്ള അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിന്? ഇവിടുന്ന് കുറെ ചക്കയും മാങ്ങയൊക്കെ അവിടെ കൊണ്ടുതരാൻ വരുന്നതാ. നിനക്കും എന്തൊക്കെയോ മുത്തശ്ശി കൊടുത്തു വിടുന്നുണ്ട്. എന്താ? എനിക്കോ? എനിക്ക് ചക്കയും മാങ്ങയൊന്നും വേണ്ട. നിനക്ക് എന്തൊക്കെയോ ബേക്കറി സാധനങ്ങളാ വാങ്ങിച്ചു കൊടുത്തു വിടുന്നത്. ഇത് പറയാനാണോ അമ്മ വിളിച്ചേ? അല്ല മോളെ, നീ ആ കുട്ടമ്പിള്ള അവിടെ വരുമ്പോ അയാൾക്കിട്ടൊരു പണി കൊടുക്കണം. എന്തു പണി? ഇങ്ങ് താന്നാത്തൂന് ഞാൻ പറയാം. ഞാനേ ഗിരിജിക്ക് കൊടുക്കാം. ഹലോ മോളെ, അപ്പച്ചിയാ സംസാരിക്കുന്നേ. പറയൂ അപ്പച്ചി. അന്ന് കിരണും ദുർഗയും ഇവിടെ വന്നപ്പോ അവർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പായസം ഞങ്ങളെ കൊണ്ട് കുടിപ്പിച്ച് ഒരു ദിവസം മുഴുവൻ ഞങ്ങളെ ബാത്റൂമിലാക്കിയതേ ആ കുട്ടമ്പിള്ള ഒരുത്തനാ. അയാൾക്ക് അതേ രീതിയിൽ തന്നെ പണി കൊടുക്കണം. അയ്യോ, ഇവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പച്ചി. അങ്ങനെ ചെയ്ത അത് ഞാൻ ചെയ്താണെന്ന് പെട്ടെന്ന് തിരിച്ചറിയും. അതോടെ അന്ന് തന്നെ എന്നെ ഇവിടുന്ന് ഇറക്കി വിടുകയും ചെയ്യും. അയ്യോ, അങ്ങനെയൊക്കെ ചെയ്യോ? എപ്പ ചെയ്തു ചോദിച്ചാ മതി. ഇവിടുത്തെ തമ്പുരാട്ടിക്ക് ചില പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ട്. അത് തെറ്റിച്ചാ പണിയാ. എനിക്കിപ്പൊ തന്നെ കുറെ വാണിംഗ് കിട്ടിയിട്ടുള്ളതാ. എന്നാ വേണ്ട, അയാള് വരട്ടെ അപ്പച്ചി. എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് ഞാൻ നോക്കാം. എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല. പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും പണി ഞാൻ കൊടുത്തിരിക്കും. ഓക്കെ മോളെ, അത് മതി. പിന്നെ ഇവളെന്റെ ജീവനല്ലേ? കാണ് കാണ്, കണ്ടു നോക്ക്. കണ്ടാ? കണ്ട 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 കണ്ട, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുമ്പോഴേ ശിവപാർവതിമാരെ പോലെയല്ലേ? ഒന്ന് നോക്കിയേ, നോക്ക്. എനിക്ക് അത്രയ്ക്കൊന്നും തോന്നുന്നില്ല. നിങ്ങൾ ശിവപാർവതിമാരെ കണ്ടിട്ടില്ലല്ലേ? അത് സഹദേവന്റെ പ്രായത്തിന്റെ കുഴപ്പോ. ഒരു പ്രായം കഴിഞ്ഞ ചെറുപ്പക്കാരായ കപ്പിൾസിനെ കാണുമ്പോ ചെറിയൊരു അസൂയൊക്കെ തോന്നും. അല്ല സഹദേവ, അത് ആരുടെയും തെറ്റല്ല. എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. സ്റ്റിൽ യങ്. മസിലുണ്ടാ? പക്ഷെ കണ്ട പറയില്ലേട്ടാ. ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാവത്തില്ല. ചെറുപ്പക്കാരൻ പോ കേട്ടോ, മൊട്ടത്തലയും കുടുമി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എല്ലാവർക്കും കൂടി ഇവിടെ അങ്ങ് സ്ഥിരതാമസാക്കാന്നാണോ? നിങ്ങൾക്ക് നാണമില്ലേ? കുറെ നാളെ എന്റെ വീട്ടിൽ കയറി ഓസിനങ്ങ് താമസിച്ചു. ഇപ്പൊ അതും പോരാഞ്ഞിട്ട് നിങ്ങളുടെ അതേ സ്വഭാവക്കാരായ ദുർഗയും കിരണിനെയും അതുപോലെ പഠിപ്പിച്ച് പറഞ്ഞു വിട്ടിരിക്കുന്നു. 「 മോൾ എന്തൊക്കെയാ പറയുന്നേ?  മോളോ? ആരോടെ എന്റെ മോള്?
അതൊക്കെ അവള് ആ ദുർഗ എന്നെ മേലാൽ അങ്ങനെയൊന്നും വിളിച്ചേക്കരുത്. എനിക്ക് നീയും ദുർഗമ്മളും ഒരുപോലെ തന്നെയാ. എന്നാലേ എനിക്ക് താൻ ശത്രുവാണ്. താൻ കുറച്ചു നാളായിട്ട് എന്റെ അമ്മയും അപ്പച്ചിയും കഷ്ടപ്പെടുത്തുവാണല്ലോ. എന്താ തന്റെ ഉദ്ദേശം? നല്ലൊരു ജോലിയുണ്ടല്ലോ, വല്ല വീടും വാടകയ്ക്ക് എടുത്ത് താമസിക്കാൻ പാടില്ലേ? എത്ര നാളെന്ന് വെച്ചാ അന്യരുടെ ചെലവിൽ ഇങ്ങനെ ജീവിക്കുന്നേ? അശ്വേ, നിർത്ത്. നീ ആരാടി എന്നോട് നിർത്താൻ പറയാ? ഞാൻ ആരാണെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ അച്ഛന്റെ പ്രായമുള്ള ഈ മനുഷ്യനോട് ഇനി നീ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ, ഇനിയും എനിക്ക് നിന്നെ തല്ലേണ്ടി വരും. ഡീ, സാരമില്ല മോളെ, എന്റെ പേരിൽ നിങ്ങൾ വഴക്കൂടുന്നു. ഓരോന്ന് വലിഞ്ഞു കയറി വന്നോളൂ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്. അശ്വതേ, നിന്നോട് നിർത്താനാ പറഞ്ഞ. നല്ല ഡ്രസ്സും മേക്കപ്പ് മാത്രം ഇട്ടതുകൊണ്ട് സൗന്ദര്യം ഉണ്ടാവില്ല. മോളെ, ഞാൻ ഇതുവരെ വന്നപ്പോ മോളെ കൂടെ ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ടാ മോളെ കാണാൻ വേണ്ടി വന്നത്. ഓ, അത് മോക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ഈ അങ്കിളിനോടൊന്ന് ക്ഷമിച്ചേക്ക്. എന്നാ ഞാൻ അങ്ങോട്ട്. നിക്ക്. ആദ്യം മുതിർന്നവരോട് മര്യാദയ്ക്ക് സംസാരിക്കാനും പെരുമാറാനും പഠിക്കും.